സോഫ്റ്റ്വെയർ കമ്പനീസ് പോലുള്ള കമ്പനീസിന് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ നിക്ഷേപിക്കേണ്ടി വരുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനാണ്. എന്താണ് ഇതിൻ്റെ പ്രശ്നം? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് നിക്ഷേപിക്കാനുള്ള ആവശ്യകത ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ സോഫ്റ്റ്വെയർ പുതിയ ഡിമാൻഡ്സ് ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ്. മാത്രമല്ല പെട്ടെന്ന് ചേഞ്ചസ് വരുന്ന മേഖലയുമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കണ്ടുപിടുത്തം നടന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഒബ്സലീറ്റ് ആവും, ആവശ്യമില്ലാതാവും, പഴയതാവും. അപ്പോൾ പുതിയത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പുതിയ ടെക്നോളജീസും പുതിയ സോഫ്റ്റ്വെയർസും പുതിയ കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റും. പക്ഷേ ഇതിന് ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്നാണ് പറയുക. പക്ഷെ അതിന് റിട്ടേൺ കിട്ടണമെങ്കിൽ ഉറപ്പില്ല. ആ ഒരു കണ്ടുപിടുത്തം സക്സസ്ഫുൾ ആവും നമുക്ക് 100% പറയാൻ പറ്റില്ലല്ലോ. എഡിസൺ പല കാര്യങ്ങളും ഫെയിലായിട്ടാണ് ഒരു സക്സസ്ഫുൾ എത്തിയെന്ന് പറയും. അപ്പം